ചൊവ്വാഴ്ച ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു മുതിർന്ന ഹിസബുള്ള കമാൻഡറെ വധിച്ചതിനെ തുടർന്ന് ഇസ്രായേലിനെതിരെ കടുത്ത ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഹിസബുള്ള. ഹിസബുള്ളയുടെ ഉന്നത സൈനിക കമാൻഡറായ ഫൗദ് ഷുക്കൂറിനെയാണ് IDF വധിച്ചത്. കൃത്യവും പ്രൊഫഷണലുമായ ഓപ്പറേഷനിലൂടെ ഇല്ലാതാക്കിയെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യാവ് ഗാലന്റ് സംഭവത്തെക്കുറിച്ച് ട്വീറ്റ് ചെയ്തത്. എന്നാൽ അന്ന് പ്രതികരിക്കാതിരുന്നത് ഹിസബുള്ള ശക്തമായ ആക്രമണത്തിനുള്ള പദ്ധതികൾ അണിയറയിൽ ഒരുക്കുകയായിരുന്നു. അതിനിടെയാണ് ഇന്ന് രാവിലെ ഷുക്കൂറിനെ വധിച്ച വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെടുത്തത്. ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു മൃതദേഹം. അദ്ദേഹത്തോടൊപ്പം 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. മൃതദേഹം കണ്ട് അതിവൈകാരികമായി പ്രതികരിച്ച ഹിസബുള്ള നേതാക്കൾ മൃതദേഹത്തെ സാക്ഷിയാക്കി അടിയന്തര തിരിച്ചടി പ്രഖ്യാപിച്ചുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. പിന്നാലെ ഹിസബുള്ള കമാൻഡർമാർ ലെബനൻ തുർക്കി അതിർത്തി വഴി ഇസ്രായേൽ അതിർത്തിക്ക് സമീപം തമ്പടിച്ചിരിക്കുന്നതായും പറയുന്നുണ്ട്. ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി തലവൻ ഇസ്മയിൽ ഹനിയെ ഇറാനിൽ കയറി വധിച്ച് 1 മണിക്കൂറിനിടെയായിരുന്നു ബെയ്റൂട്ടിൽ ഷുക്കൂറിനെയും വധിച്ചത്. ഇസ്രായേൽ അധിനിവേശ ഗോലാൻ കുന്നുകളിൽ കഴിഞ്ഞ ദിവസം ഒരു ഫുട്ബോൾ മൈതാനത്ത് ആക്രമണം നടത്തി ഡ്രൂസ് ന്യൂനപക്ഷ സമുദായത്തിലെ 12 കുട്ടികളെയും യുവാക്കളെയും കൊല്ലപ്പെടുത്തിയ റോക്കറ്റ് ആക്രമണത്തിന് ഉത്തരവാദിയായ ഹിസബുള്ള കമാൻഡറെ വധിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു. പിന്നാലെയാണ് ഷിയ തീവ്രവാദ ഗ്രൂപ്പിന്റെ ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്ന തെക്കൻ ബെയ്റൂട്ടിന്റെ പ്രാന്തപ്രദേശമായ ഹെറാട്ടിൽ ഫ്രീക്കിലാണ് ചൊവ്വാഴ്ച വ്യോമാക്രമണം നടന്നതെന്നും കെട്ടിടത്തിന്റെ 2 നിലകൾ തകർന്നതായും ലെബനൻ ദേശീയ വാർത്താ ഏജൻസി പറഞ്ഞു. ഇസ്രായേൽ ആക്രമണത്തെ ലെബനൻ സർക്കാർ അപലപിക്കുകയും ഐക്യരാഷ്ട്രസഭയിൽ പരാതി നൽകാൻ പദ്ധതിയിടുകയും ചെയ്തതായി ലെബനൻ വിദേശകാര്യമന്ത്രി അബ്ദുള്ള ബൗ ഹബീബ് വ്യക്തമാക്കിയിരിക്കുന്നു. കാവൽ പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റി ബുധനാഴ്ച രാവിലെ അടിയന്തര മന്ത്രിസഭാ യോഗം ചേർന്നു. ഇറാൻ പിന്തുണയുള്ള ഷിയ സംഘടനയുടെ മേൽ ലെബനൻ സർക്കാരിന് യാതൊരു നിയന്ത്രണവുമില്ല. നേരത്തെ ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് ഉത്തരം നൽകാതിരുന്ന അന്താരാഷ്ട്ര പ്രതിനിധികളുടെ ആഹ്വാനത്തെ ഹിസബുള്ളയും നിരസിച്ചിരുന്നു. ബെയ്റൂട്ടിൽ IDFന്റെ പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ ഹിസബുള്ള ചുവപ്പ് രേഖ കടന്നു എന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഗാലന്റ് Xൽ കുറിച്ചത് വൻ ചർച്ചയായിരുന്നു. ഉടൻ തന്നെ ഒരു ആക്രമണം പ്രതീക്ഷിച്ചതുമാണ്. ഒക്ടോബർ 7 മുതൽ ഹിസബുള്ളയ്ക്കും ഇസ്രായേലിനുമിടയിൽ പിരിമുറുക്കം വർദ്ധിച്ചു വരികയാണെന്ന് ഗാസ മുനമ്പിലും ഇസ്രായേൽ നടത്തിയ സൈനിക ആക്രമണം ഇപ്പോൾ ഏകദേശം 40,000 പേരുടെ മരണത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. 2006 ഹിസബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ 34 ദിവസത്തെ യുദ്ധം നടത്തിയിരുന്നു.